ടോക്സിക് ആയുള്ളൊരു റിലേഷൻഷിപ്പിൽ ദുരുപയോഗം ചെയ്യുന്നയാളും ഇരയും തമ്മിലുണ്ടാവുന്ന തീവ്രവും എന്നാൽ ഡിസ്ഫങ്ഷണലുമായ ഒരു ഇമോഷണൽ ബോണ്ടിനെയാണ് ട്രോമ ബോണ്ട് എന്ന് വിളിക്കുന്നത്. സ്നേഹപ്രകടനങ്ങളും ഉപദ്രവവും മാറി മാറി വരുന്ന ഇത്തരം ബന്ധങ്ങൾ ഇരയുടെ മാനസികാരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കാറുണ്ട്. സ്നേഹം അല്ലെങ്കിൽ വാത്സല്യം, അതിനുശേഷം അതിക്രമം അല്ലെങ്കിൽ ഉപദ്രവം, തുടർന്നുണ്ടാവുന്ന ക്ഷമാപണം, ഇതാണ് ഒരു ട്രോമ ബോണ്ടിൻ്റെ സൈക്കിൾ ഓഫ് അബ്യൂസ് എന്ന് പറയുന്നത്. അബ്യൂസ് നേരിടുന്ന എല്ലാവരും ട്രോമ ബോണ്ടിലേക്ക് പോവുകയില്ല. എന്നാൽ ചിലർ മാത്രം അബ്യൂസ് ചെയ്യപ്പെടുന്ന ആളോട് അഗാധമായ സ്നേഹവും സിമ്പതിയും പ്രകടിപ്പിക്കുന്നു. അതാണ് ട്രോമ ബോണ്ട്. ഇനി ഈ ട്രോമ ബോണ്ടിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദുരുപയോഗം ചെയ്യുന്നയാളുടെ പെരുമാറ്റത്തെ ഇരയാക്കപ്പെടുന്നയാൾ ന്യായീകരിക്കുക എന്നതാണ് ട്രോമ ബോണ്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം. ഉപദ്രവങ്ങൾ മറ്റുള്ളവരിൽ നിന്നും മറച്ചുവെക്കാൻ ശ്രമിക്കുന്നു. സഹായിക്കാൻ ശ്രമിക്കുന്ന ആളുകളുമായി അകലം പാലിക്കുന്നു. ദുരുപയോഗം തടയാനുള്ള നടപടികൾ എടുക്കുന്നതിൽ ഇര സ്വയം മടി കാണിക്കുന്നു. ഒരു ബന്ധത്തിൽ പ്രശ്നമുണ്ടാക്കുന്നത് മറ്റേയാളാണെങ്കിലും എൻ്റെ കുഴപ്പം കൊണ്ടാണ് അവൻ ഇങ്ങനെ എന്നോട് പെരുമാറുന്നത് എന്ന് ചിന്തിച്ച് സ്വയം മോശക്കാരനാക്കി ചിത്രീകരിക്കുന്നത് ട്രോമ ബോണ്ടിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. ട്രോമ ബോണ്ടിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ നോക്കാം. മുൻപ് പറഞ്ഞ ലക്ഷണങ്ങളുള്ള ഒരു ബന്ധത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ അതൊരു ട്രോമ ബോണ്ടാണ് എന്ന് തിരിച്ചറിയുന്നതാണ് ആദ്യത്തെ നടപടി. അതാരെയും കുറ്റക്കാരനാക്കാൻ വേണ്ടിയല്ല, ടോക്സിക്കായുള്ളൊരവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്ന ബോധ്യമുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾക്ക് മാനസികമായ സംതൃപ്തി തരുന്ന അല്ലെങ്കിൽ മനസ്സിനെ എൻഗേജ് ചെയ്യിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക. സംഗീതം, കല, വ്യായാമം, ഗാർഡനിങ്, കുക്കിംഗ്, അങ്ങനെ അവരവർക്കിഷ്ടമുള്ള ഏതെങ്കിലും മേഖല തിരഞ്ഞെടുത്ത് അതിലേക്ക് നിങ്ങളുടെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യുക. വിശ്വസ്തരായ സുഹൃത്തുക്കളോടോ കുടുംബാംഗങ്ങളോടോ തുറന്ന് സംസാരിക്കുക. ഇങ്ങനെ തുറന്ന് സംസാരിക്കുന്നത് ഇമോഷണൽ സപ്പോർട്ടും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ നഷ്ടപ്പെട്ട സെൽഫ് വർത്ത് വീണ്ടെടുക്കാനും ഒറ്റയ്ക്കല്ല എന്ന ബോധ്യമുണ്ടാക്കാനും നല്ല ബന്ധങ്ങൾ ഉപകരിക്കും. തകർച്ചയിൽ നിന്നും രക്ഷിക്കാൻ മറ്റാരും വരില്ല എന്ന് സ്വയം തിരിച്ചറിയുക. നമ്മുടെ ജീവിതം മെച്ചപ്പെടണമെങ്കിൽ നമ്മൾ തന്നെ മാറണം. പഴയ കാര്യങ്ങൾ തന്നെ ചിന്തിച്ച് അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ മാറ്റങ്ങൾ സംഭവിക്കില്ല. ശീലങ്ങളിലും ചിന്താഗതിയിലും മാറ്റം വരുത്തുക. ദൈനംദിന ശീലങ്ങൾ, അതായത് നിങ്ങളുടെ ഭക്ഷണം, വ്യായാമം, ഉറക്കം, എന്തൊക്കെ ചിന്തിക്കുന്നു, ആരുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കുന്നു എന്നതിലൊക്കെ വളരെ പോസിറ്റീവായ ചേഞ്ചസ് കൊണ്ടുവരാൻ ശ്രമിക്കുക. നിങ്ങളെ തന്നെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും ആവശ്യമായ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുന്നതിലൂടെ മാത്രമേ ട്രോമ ബോണ്ടിൽ നിന്നും പൂർണ്ണമായൊരു മുക്തി സാധ്യമാവുകയുള്ളൂ. പ്രശസ്ത ടെലിവിഷൻ അവതാരക ഓപ്ര വിൻഫ്രിയുടെ വാക്കുകൾ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമായ ഏറ്റവും വലിയ സ്വപ്നത്തെ വളർത്തിയെടുക്കുക. കാരണം നിങ്ങളുടെ വിശ്വാസങ്ങളാണ് പിന്നീട് നിങ്ങളുടെ ജീവിതമായി മാറുന്നത്. ടേക്ക് കെയർ. താങ്ക് യു.